Good afternoon. Good Good afternoon, ma'am. afternoon, ma'am. Good afternoon, ma'am. Good Good afternoon, afternoon. ma'am. Good afternoon. Good Good afternoon, afternoon, ma'am. Good afternoon. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. ഓക്കെ, ആരാണ് പ്രെയർ? ആരാണ്? ഞാനാണ് മാം സുജിത. സുചിത. കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴും ആദിനാമം ഇന്നു വാഴ്ത്തിടാം. ഞങ്ങൾ പാടും സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചോടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞുവീതിനുൾക്കണങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകും പോലും അമൃതമാകണേ. പൂർണ്ണമീശ്വരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. താങ്ക് യു. ഓക്കെ, Sign in പറയട്ടെ മാം. സൈനിൻ പറഞ്ഞോളൂ. Good afternoon, ma'am and friends. I am Jisna. I am thrilled to welcome to you all today's live class. I am very happy to be here today. I am learn and grow together. Today I welcome to a beautiful Montessori tutorial. Ashwati ma'am, prayer Sujita, speech Sajana's daughter Devi Lakshmi, thought Ramya, sign out Sajana. Thank you, ma'am. ഓക്കെ, then thought of the day. Good afternoon, ma'am. Thought of the day. Teaching is not just imparting knowledge, it's about inspiring change and fostering a love of learning. അധ്യാപനം എന്നത് വെറും അറിവ് പകരൽ മാത്രമല്ല, അത് മാറ്റം വരുത്താനും പഠനത്തോടുള്ള സ്നേഹം വളർത്താനുമുള്ള പ്രചോദനം നൽകുന്നതിനെ കുറിച്ചാണ്. താങ്ക് യു. Okay, then hi. ഞാനിവിടെ സ്പീച്ചാണ് പറയാൻ പോകുന്നത്. ഓക്കെ, നമസ്കാരം, എന്റെ പേര് ദേവി ലക്ഷ്മി രഞ്ജിത്ത്. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ശുചിത്വത്തെ കുറിച്ച് പഠിപ്പിക്കാനാണ് എന്താണ് ആരോഗ്യം? രോഗമില്ലാത്ത അവസ്ഥ. ഈ അവസ്ഥ നേരിടണമെങ്കിൽ നമ്മൾ ഇരിക്കുന്ന ഇരിപ്പിടവും കട്ടിലും പരിസരവും എല്ലാവിടെയും നമ്മൾ വൃത്തിയായി സൂക്ഷിക്കണം. എന്നാൽ മലയാളികളാകട്ടെ മാർബിളിട്ട തറയും മണൽ വിരിച്ച മുറ്റവും ഒക്കെ കൊണ്ട് സുന്ദരമാക്കിയിരിക്കുന്നു. എന്നാൽ സ്വന്തം വീടിന് മുറ്റിൽ ഒരു മാലിന്യം കിടക്കുന്നത് കണ്ടാൽ അതൊന്ന് എടുത്തു കളയാൻ അവരാരും തയ്യാറായില്ല. എന്നാൽ സ്വന്തം വീടിന് മുറ്റത്തുള്ള ആ മാലിന്യം നമ്മൾ പുറത്തേക്കാണ് വലിച്ചെറിയുക. ഇങ്ങനെ വലിച്ചെറിയുമ്പോൾ ആ പ്ലാസ്റ്റിക് എല്ലാം കൂടി ഒരു രോഗമായാണ് നമുക്ക് ബാധിക്കുന്നത്. ചിക്കൻ ഗുനിയ, മഞ്ഞപ്പിത്തം, ഡെങ്കിപ്പനി എന്നിവ പല രോഗങ്ങളും നമുക്ക് വ്യക്തമായി വരും.
എന്ന ഗോപാലകൃഷ്ണൻ എഴുതിയ ആ കവിതയെ പോലെ നമുക്കും നമ്മുടെ കേരളത്തെ അത് സുന്ദരം പോലെ ആക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. എന്നെ ശ്രദ്ധിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ പ്രത്യേക നന്ദി, അഭിനന്ദനം. ഓക്കെ, നന്നായിരുന്നു കേട്ടോ മോളൂട്ടി. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ടേബിൾ ഫുള്ള് ഫിനിഷ് ചെയ്തായിരുന്നോ? ടേബിൾ പറഞ്ഞു കഴിഞ്ഞായിരുന്നോ? ഇല്ല. എവിടം വരെയാണ് പറഞ്ഞത്? 2 to 3 വരെ അല്ലേ? ഓക്കെ, 2 to 3 ഇയർ വരെ പറഞ്ഞല്ലേ? Then next one 3 to 4 ഇയർ ആണ് കേട്ടോ. ഒരാളൊന്ന് റീഡ് ചെയ്തേ 3 to 4 ഇയർ. ആരാ വായിക്ക? മുമ്പോട്ട് വരിക. ആരാ വായിക്ക? റീഡ് ചെയ്യുന്നത് ആരാ? 3 to 4 years. Group objects such as food or clothes. Identifies colors. Uses most speech sounds but may distort some of the more difficult sounds such as L, R, S, Sh, Ch, Y, V, Z, Th. These sounds may not be fully mastered until age 7 or 8. Uses consonants in the beginning, middle, and ends of the words. Some of the more difficult consonants may be distorted but attempts to say them. Strangers are able to understand much of what is said, able to describe the use of objects such as fork or car. Has fun with language, enjoys poems, and recognizes language absurdities such as is that an elephant or your head. Expresses ideas and feelings rather than just talking about the world around him or her. Uses verb that in ing such as walking or talking. Answers simple questions such as what you do when you are hungry. Repeat sentences. എന്താണ് രമ്യ മനസ്സിലായത് വായിച്ചിട്ട്? അവർക്ക് 3 to 4 ഇയേഴ്സ് ആകുമ്പോൾ കുറെ ഓബ്ജക്ട്സും ഫുഡും ഡ്രസ്സസ് ഒക്കെ കളേഴ്സ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ കുറെ സൗണ്ട്സ് ഒക്കെ ക്ലിയർ ആയി വരും. പക്ഷെ 7 or 8 ഇയേഴ്സ് ആണെങ്കിൽ അത്ര കറക്റ്റ് ആയിരിക്കില്ല. കോൺസണൻസ് ഒക്കെ യൂസ് ചെയ്യും. പിന്നെ പുറത്തുനിന്നുള്ളവർക്ക് അവരുടെ സംസാരം കുറെയൊക്കെ ക്ലിയർ ആയി മനസ്സിലാവും. കുറെയൊക്കെ വേർഡ്സ് ഓബ്ജക്ട്സ് ഒക്കെ കണ്ടാൽ മനസ്സിലാവും. അവര് ലാംഗ്വേജസ് നല്ല ഫണ്ണായിട്ട് ചെയ്യാൻ തുടങ്ങും. പിന്നെ വേർബ്സ് യൂസ് ചെയ്യും. ING, വാക്കിംഗ്, ടോക്കിംഗ് അങ്ങനത്തെ വേർബ്സ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങും. പിന്നെ അവര് കുറെ കാര്യങ്ങൾ പറയാൻ തുടങ്ങും. വിശക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചാൽ ഉത്തരം പറയാനൊക്കെ പറ്റുന്ന പ്രായമാണ്. നമ്മൾ പറയണ സെന്റൻസ് റിപ്പീറ്റ് ചെയ്യാനും തുടങ്ങും ആ സമയത്ത്. ഓക്കെ, അപ്പൊ എന്താണ് 3 to 4 ഇയേഴ്സിലുള്ള കുഞ്ഞുങ്ങള് ഭക്ഷണങ്ങളോ വസ്ത്രങ്ങളോ പോലുള്ള വസ്തുക്കളെ ഗ്രൂപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും. അതായത് ഫുഡ് ഐറ്റംസിനെ അവർ ഗ്രൂപ്പ് ചെയ്യുന്നു. ഇപ്പൊ വെജിറ്റബിൾസ് കണ്ടാല്, അതായത് മാംഗോ കണ്ടു, ആപ്പിള് കണ്ടു, പൈനാപ്പിൾ കണ്ടു. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അത് ഫ്രൂട്ട്സ് ആണെന്ന് അവർ തിരിച്ചറിയുന്നു. അതുപോലെ തന്നെ പലതരത്തിലുള്ള വസ്ത്രങ്ങളെ അവർ ഗ്രൂപ്പ് ചെയ്യാനായിട്ട് ആരംഭിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ കളേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുന്നു. പലതരം കളറുകൾ ഉണ്ട് അല്ലെ? ഇപ്പോൾ റെഡ്, ഗ്രീൻ, യെല്ലോ അങ്ങനെയുള്ള പലതരം അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ട്. ബ്ലാക്ക്, അത്തരത്തിലുള്ള കളേഴ്സിന് എന്ത് ചെയ്യുന്നു? ഐഡന്റിഫൈ ചെയ്യാനായിട്ട് തുടങ്ങുന്ന ഒരു സമയമാണ് 3 to 4 ഇയേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചില ഡിഫിക്കൽട്ട് സൗണ്ട്സ് അത് അവരെന്ത് ചെയ്യുന്നു? ഉപയോഗിക്കാനായിട്ട് തുടങ്ങുന്നു. ഡിഫിക്കൽട്ട് സൗണ്ട്സ് എന്ന് പറഞ്ഞാല് ഇവിടെ കൊടുത്തിട്ടുണ്ട്
സ്, ഷ്, ഷ്, വ്, വ്, സ്, ത്. അങ്ങനെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അതായത് ഇവിടെ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് അവരുടെ പ്രൊനൗൺസിയേഷൻ വരുന്നത്. നമ്മൾ മലയാളത്തിലാണെങ്കിൽ എന്ന് കൺവേർട്ട് ചെയ്യുക. എങ്ങനെയാ? ൽ, ർ, സ്, ഷ്, ച്ച്, വ്, വ്, സ്, ത്. അങ്ങനെ എന്ത് ചെയ്യുക? കൺവേർട്ട് ചെയ്തിട്ട് വായിക്കുക കേട്ടോ. അപ്പൊ ഇത്തരത്തിലുള്ള സൗണ്ട്സ് എന്ത് ചെയ്യുന്നു? അത് കൂടുതൽ ഉപയോഗിക്കാനായിട്ട്, ബുദ്ധിമുട്ടുള്ള കൂടുതൽ സൗണ്ട്സ്, ഇങ്ങനെയുള്ള സൗണ്ട്സ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങുന്നു. ഈ ഒരു സൗണ്ട് ഇവർ പറയുമ്പോൾ 7 തുടങ്ങി 8 വയസ്സ് വരെ പ്രായമുള്ള സമയത്ത് വരെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവർക്ക് ഇതിന്റെ കംപ്ലീറ്റ് പ്രൊനൗൺസിയേഷൻ വ്യക്തമായിട്ട് ഉള്ള രീതിയിൽ ഇത്തരം സൗണ്ടുകൾ ഉപയോഗിക്കാനായിട്ട് പറ്റില്ലെന്നും കൂടി പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കൺസണൻസ്, വ്യഞ്ജനാക്ഷരങ്ങൾ, കൺസണൻസ് സൗണ്ട് ഉപയോഗിക്കുമ്പോൾ അതിന്റെ മിഡിൽ ലെറ്റർ, ഫസ്റ്റ് ലെറ്റർ, ലാസ്റ്റ് ലെറ്റർ ചിലപ്പോൾ കിട്ടിന്ന് വരില്ല. ഓക്കെ, ബബിൾ സൗണ്ട് ഒക്കെ പറയുമ്പോൾ കൂടുതൽ പ്രോബ്ലത്തിലാവാറുണ്ട് കുട്ടികൾ, അങ്ങനെയും കണ്ടു കാണാറുണ്ട്. പിന്നെ സ്ട്രേഞ്ചേഴ്സിന് മനസ്സിലാവും അവരെന്താണ് പറയുന്നത്, കാരണം 3 to 4 years ആയല്ലോ. അപ്പൊ നമുക്കറിയാം പ്രീ സ്കൂളിലൊക്കെ പോകുന്ന ഒരു സമയമാണ് അല്ലെ, അല്ലെങ്കിൽ നഴ്സറിയിലൊക്കെ പോകുന്ന സമയമാണ്. അപ്പോ ആ സമയത്ത് എന്താ പറയാ, പുറത്തുനിന്നുള്ളവർക്ക് കുട്ടി എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. Then able to describe the use of objects such as fork or car. അതുപോലെ തന്നെ ഫോർക്ക്, കാറ് പോലുള്ള വസ്തുക്കളുടെ ഉപയോഗം വിവരിക്കാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് വാഹനങ്ങളൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സമയമാണ്. ആൺകുട്ടികളൊക്കെ ആണെങ്കിൽ JCB യെ കുറിച്ച് വർണ്ണിക്കാനായിട്ട് തുടങ്ങും അല്ലെ. ഒരു JCB കാണിച്ചു കൊടുത്താൽ ഭയങ്കരമായിട്ട് അവരതിന് അഡിക്റ്റ് ആവും അല്ലെ. ഇപ്പൊ ഒരു കളിപ്പാട്ടം വേണമെന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾ കാറോ അല്ലെങ്കിൽ JCB ഒക്കെയാണ് പ്രിഫർ ചെയ്യുക. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് തുടങ്ങുന്ന ഒരു സമയമാണ്. then അതുപോലെ തന്നെ has fun with the languages, enjoys poems and recognize language concepts such as that an elephant on your head. അതുപോലെ തന്നെ ലാംഗ്വേജ് കൂടുതലായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് തുടങ്ങും, ഭാഷ കൂടുതലായിട്ട് ഉപയോഗിക്കാനായിട്ട് തുടങ്ങുന്ന ഒരു സമയമാണ്. പിന്നെ അതുപോലെ പോയംസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കും കൂടുതൽ എൻജോയ് ചെയ്യുന്നു. പിന്നെ അതുപോലെ ചില പുസ്തകത്തിൽ നിറഞ്ഞ ചോദ്യങ്ങൾ ചോദിക്കും, 2 സെന്റൻസുകളൊക്കെ കൂട്ടിയിട്ട്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഇസ് ദാറ്റ് ആൻ എലിഫന്റ് ഓൺ യുവർ ഹെഡ്, നിന്റെ തലയിൽ ആനയാണോ? അങ്ങനെയുള്ള കുസൃതി ചോദ്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് തുടങ്ങുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ എക്സ്പ്രസ് ഐഡിയാസ് ആൻഡ് ഫീലിംഗ്സ് rather than just talking about the word around him or her. അതുപോലെ തന്നെ അവർക്കുള്ള ഐഡിയാസ് അല്ല, അതുപോലെ തന്നെ അവരുടെ ഉള്ളിലുള്ള ഫീലിങ്സ് ഇതൊക്കെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ്. Then uses verbs that end in ing such as walking or talking. അതുപോലെ തന്നെ ing വെർബിൽ അവസാനിക്കുന്ന വേർഡുകൾ പറയാനായിട്ട് തുടങ്ങും. വാക്കിംഗ് എന്ന് പറഞ്ഞാൽ നടക്കുകയാണ്, ing ഫോം ഉപയോഗിച്ചുകൊണ്ട്. അതായത് പ്രസന്റിൽ നടക്കുന്ന കാര്യങ്ങള് പറയാനായിട്ട് തുടങ്ങാനായിട്ട് ചില വേർഡ്സുകൾ ഉപയോഗിക്കുന്നു. സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, നടന്നുകൊണ്ടിരിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. Then answer simple questions such as what do you when you are hungry? Repeat sentence. അതുപോലെ തന്നെ എന്താ പറയാ, വിശക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അങ്ങനെയുള്ള, അതായത് ഇപ്പൊ കുട്ടികളോട് ചോദിക്കുകയാണ് നിങ്ങൾ വിശന്നിരിക്കുമ്പോൾ എന്താണ് ചെയ്യുക, അപ്പൊ അവരതിന് സിമ്പിൾ ആയിട്ട് അതിനുള്ള ലോജിക്കലി അവരതിനുള്ള റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കുന്നു. അതുപോലെ തന്നെ വാക്കുകൾ അല്ലെങ്കിൽ എന്താ പറയാ വാക്യങ്ങളൊക്കെ, സെന്റൻസുകളൊക്കെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഇത് ഈ ഒരു 3 to 4 years എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഞാൻ ഒന്നുകൂടി പറയാം, ഗ്രൂപ്പ്സിനെയും ഒബ്ജക്റ്റിനെയും എന്ത് ചെയ്യുന്നു, ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഫുഡ് അല്ലെങ്കിൽ ക്ലോത്ത്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഗ്രൂപ്പ് ചെയ്യുന്നു, കളേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുന്നു, ചില സൗണ്ട്സുകൾ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ സ്ട്രേഞ്ചേഴ്സിന് മനസ്സിലാവും അവരെന്താണ് പറയുന്നത്. പിന്നെ ഒരു ഒബ്ജക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ചില കുസൃതി ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ ഐഡിയാസും അവരുടെ ഫീലിങ്സും എക്സ്പ്രസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ing വേർഡിൽ അവസാനിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കുന്നു. ദെൻ സെന്റൻസുകൾ റിപ്പീറ്റ് ചെയ്യും. ഇത്രയുമാണ് 3 to 4 years കേട്ടോ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ ആണ് 4 to 5 years. ആരാണ് വായിക്കുക?
ഞാൻ വായിക്കാമേ. ഓക്കെ, ആതിര വായിച്ചോളൂ കേട്ടോ. Understand spatial concepts such as behind or next to. Understand complex questions. Speech is understandable but maker mistakes pronouncing long, difficult or complex words such as hippopotamus. Uses some irregular past tense verbs such as ran or fell. Describes how to do things such as painting a picture. Lists items that belong in a category such as animals or vehicles. Answers why question. ഓക്കെ, അപ്പോ എന്താണ് മനസ്സിലായത്? ആതിരക്ക് മനസ്സിലായത് എന്താണ് വായിച്ചിട്ട്? കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ അവര് മനസ്സിലാക്കാൻ തുടങ്ങും, പറയാൻ തുടങ്ങും. പിന്നെ എന്നാലും കുറച്ച് കട്ടി ഹിപ്പോപ്പൊട്ടാമസ് പോലെയുള്ള വാക്കുകളെല്ലാം അവർക്ക് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ പെയിന്റിങ്, പിക്ചേഴ്സ് എല്ലാം മനസ്സിലാക്കാൻ തുടങ്ങും. ഡിസ്ക്രൈബ് അതിനെക്കുറിച്ച് വിവരിക്കാനും അതിനെക്കുറിച്ച് പറയാനെല്ലാം തുടങ്ങും. പിന്നെ ആനിമൽസിനെ കുറിച്ചിട്ട്, വണ്ടിയെ കുറിച്ചിട്ട് അതൊക്കെ കണ്ടാലും മനസ്സിലാക്കാനുള്ള പ്രായമാണ് 4 തൊട്ട് 5 വയസ്സ് വരെ. പിന്നെ എന്തുകൊണ്ട്, എങ്ങനെ അത് ഇത് എന്തുകൊണ്ട് അത് എങ്ങനെയെന്നെല്ലാം ചോദിക്കാനുള്ള ആ ഒരു ഇത് ആ ലെവലിലേക്ക് പിള്ളേര് എത്തുന്ന സമയമാണ് 4 തൊട്ട് 5 വയസ്സ് പ്രായമുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങും. അത്രേ ഉള്ളോ? കഴിഞ്ഞോ? പിന്നെ കഴിഞ്ഞതൊക്കെ നേരത്തെ എനിക്ക് അങ്ങനെ സംഭവിച്ചു എന്നൊക്കെ മുമ്പിൽ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങും. ഓക്കെ ഓക്കെ, ഞാൻ പറഞ്ഞോളാം. ഓക്കെ, അതായത് ചില സ്പാച്ചൽ കൺസെപ്റ്റ്സ് അല്ലെങ്കിൽ എന്താ പറയാ സ്പെഷ്യൽ കൺസെപ്റ്റ്സുകൾ മനസ്സിലാക്കാനായിട്ട് തുടങ്ങുന്ന ഒരു സമയമാണ്. ഒന്ന് ഇവിടെ പറയുന്നുണ്ട് ബിഹൈൻഡ് ഓർ നെക്സ്റ്റ് ടു, അല്ലെങ്കിൽ പിന്നിൽ അല്ലെങ്കിൽ അടുത്തത്. ഓക്കെ, അതായത് ചില കാര്യങ്ങള് ചില വ്യക്തികൾ ചിലപ്പോൾ അവരുടെ പുറകിൽ വന്ന് നിൽപ്പുണ്ടാവും, അല്ല ചില വസ്തുക്കൾ ഒബ്ജക്റ്റുകൾ ചിലപ്പം എന്താ പറയാ പിറകിലായിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോ എന്താ പറയാ എന്റെ പിറകിൽ ആരോ ഉണ്ട്, അല്ലെങ്കിൽ പിന്നിൽ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ ആ ഒരു വേർഡ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങുന്നു. ദെൻ നെക്സ്റ്റ് ടു, അതായത് അടുത്തത്, അതായത് എന്താ പറയാ നെക്സ്റ്റ് എന്നുള്ള ആ ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് തുടങ്ങുന്നു, അല്ലെങ്കിൽ ആ ഒരു വേർഡ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങുന്ന ഒരു സമയമാണിത് 4 to 5 years എന്ന് പറയുന്നത്. ദെൻ കോംപ്ലക്സ് ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കുന്നു, അതായത് സങ്കീർണമായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് തുടങ്ങുന്നു. ദെൻ അതുപോലെ തന്നെ സ്പീച്ച് ഈസ് അണ്ടർസ്റ്റാൻഡബിൾ ബട്ട് മേക്ക് മിസ്റ്റേക്സ് പ്രൊനൗൺസിങ് ലോങ്, ഡിഫിക്കൽട്ട് ഓർ കോംപ്ലക്സ് വേർഡ്സ് സച്ച് ആസ് ഹിപ്പോപ്പൊട്ടാമസ്. അതായത് വലിയ വലിയ വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അവരുടെ പ്രൊനൗൺസിയേഷനിൽ അവർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകും ആളുകൾക്ക്. എന്നിരുന്നാലും ചില ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വേർഡ്സുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അവർ പ്രൊനൗൺസ് ചെയ്യുന്ന രീതിയിൽ മിസ്റ്റേക്ക് വരാം, അത് ഡിഫിക്കൽട്ട് ആവാം. ഫോർ എക്സാമ്പിൾ ഹിപ്പോപ്പൊട്ടാമസ്. ഹിപ്പോപ്പൊട്ടാമസ് എന്ന് പറയുന്നത് വലിയൊരു വേർഡാണ് അല്ലെ, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അത് പ്രൊനൗൺസ് ചെയ്യാനായിട്ട്. അപ്പൊ ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള വേർഡുകൾ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ആക്യുറേറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൊനൗൺസ് ചെയ്യാനായിട്ട് സാധിച്ചെന്ന് വരില്ല. ഓക്കെ, then use some irregular past tense verbs such as ran or fell. അതുപോലെ തന്നെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നു. ഓടി അല്ലെങ്കിൽ വീണു, അതായത് ഇപ്പോ കുട്ടി സ്കൂളിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിൽ ആയിരിക്കുന്ന സമയത്ത് ചിലപ്പോ കൂട്ടുകാരന്റെ കൂടെ കളിച്ചിട്ട് ചിലപ്പോ താഴെ വീണിട്ടുണ്ടാകാം, അല്ലെങ്കിൽ രണ്ടുപേരും കളിക്കുന്നതിനിടയ്ക്ക് ഓടിയിട്ടുണ്ടാവാം. അപ്പൊ ഇത്തരത്തിലുള്ള പാസ്റ്റിൽ നടന്ന കാര്യങ്ങള് വീട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഓർത്ത് പറയുന്നു. ഞാൻ ഇന്ന് കൂട്ടുകാരനുമായിട്ട് കളിക്കുമ്പോൾ ഓടി വീണമ്മേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പാസ്റ്റിൽ നടന്നിട്ടുള്ള വെർബിന് എന്ത് ചെയ്യുന്നു, കുട്ടി ഓർത്തെടുത്ത് പറയാനായിട്ട് തുടങ്ങും. ഓക്കെ, then describes how to do things such as painting a picture. അതുപോലെ തന്നെ ചിത്രം വരയ്ക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കും. ഒരു പിക്ചർ കുട്ടിയുടെ മനസ്സിൽ ഉള്ളതുപോലെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനായിട്ട്, അണ്ടർസ്റ്റാൻഡബിൾ ആക്കാനായിട്ട് കുട്ടിക്ക് സാധിക്കുന്നുണ്ട്. The list items that belong in a category such as animals or vehicles. അതുപോലെ തന്നെ ലിസ്റ്റ് ചെയ്യുന്നു, കാറ്റഗറി ആയിട്ട് ലിസ്റ്റ് ചെയ്യുന്നു. ഇപ്പൊ ആനിമൽസിന്റെ ഗ്രൂപ്പിൽ പെടുത്തുന്നു, വെഹിക്കിൾസിന്റെ ഗ്രൂപ്പിൽ പെടുത്തുന്നു. അങ്ങനെ
കുറേയധികം കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാനായിട്ട് കുട്ടി പഠിക്കുന്നു. ദെൻ ആൻസേഴ്സ് വൈ ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകാനായിട്ട് തുടങ്ങും. ഓക്കെ, ഇത്രയുമാണ് 4 to 5 years കേട്ടോ. അടുത്തത് നമുക്ക് നോക്കാം 5 years. Understands time's weekends, for example, what happened first, second or third. അതുപോലെ തന്നെ 5 years ആകുമ്പോൾ കുട്ടികളിൽ ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറഞ്ഞാല് ടൈംസ് വീക്കൻസ് അവർക്ക് മനസ്സിലാകുന്നു. അതായത് ആദ്യം എന്ത് സംഭവിച്ചു, രണ്ടാമത് എന്ത് സംഭവിച്ചു, മൂന്നാമത് എന്താണ് സംഭവിക്കുന്നത്, അങ്ങനെയുള്ള ടൈം വെച്ചിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങും. And carries out a series of 3 direction, അതായത് 3 direction, അതായത് പ്രധാനപ്പെട്ട ദിക്കുകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് തുടങ്ങുന്നു. Then understands റൈമിങ്ങിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാകുന്നു. Then engage in conversation, പലതരത്തിലുള്ള ആളുകളുമായിട്ട് കോൺവെർസേഷനിൽ ഏർപ്പെടുന്നു. The sentence can be 8 or more words in length. അതുപോലെ തന്നെ 8 അതിലധികമോ സെന്റൻസുകൾ അല്ലെങ്കിൽ വേർഡ്സുകൾ ഉള്ള സെന്റൻസുകൾ ലെങ്തി, വളരെ നീളത്തിൽ അല്ലെങ്കിൽ ലോങ് ആയിട്ട് പറയാനായിട്ട് തുടങ്ങുന്നു. പിന്നെ യൂസസ് കോമ്പൗണ്ട് ആൻഡ് കോംപ്ലക്സ് സെന്റൻസസ്, കോമ്പൗണ്ട് വേർഡും കോംപ്ലക്സ് സെന്റൻസ്, അങ്ങനെ കോമ്പൗണ്ട് പ്ലസ് കോംപ്ലക്സ് അങ്ങനെയുള്ള സെന്റൻസുകൾ പറയാൻ തുടങ്ങുന്നു. ഡിസ്ക്രൈബ്സ് ഒബ്ജക്റ്റ്, ഒരു ഒബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു. യൂസസ് ഇമാജിനേഷൻ ടു ക്രിയേറ്റ് സ്റ്റോറീസ്, അതായത് അവരുടെ ഭാവനയിൽ നിന്ന് പലതരത്തിലുള്ള സ്റ്റോറികളും മറ്റും ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇത്രയുമാണ് 5 years വരെയുള്ള ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ഈ ടേബിളിലുള്ള കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഓക്കെ ആണ്. മാം ഇത് ലിങ്ക് ഷെയർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ് റൂമിലേക്ക് എഴുതിയെടുക്കാൻ. ക്ലാസ് റൂമിൽ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ, ഷെയർ ചെയ്തോളാം. നമുക്ക് നേരെ നമ്മുടെ PDF-ലേക്ക് പോവാം. ഈ PDF വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ടേബിള് ആദ്യം പഠിച്ചതിന്റെ ഗുണം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും കേട്ടോ. ഓക്കെ, ഇപ്പൊ PDF ഒന്ന് ആദ്യം ഒന്ന് വായിക്കാം. ഫസ്റ്റ് പേജ് ഒന്ന് മൈൻഡിൽ ഒന്ന് റീഡ് ചെയ്യട്ടെ എല്ലാവരും. വായിച്ചു കഴിയുമ്പോ ഒന്ന് തമ്പ് ചെയ്യാം കേട്ടോ. ഒരാളൊന്ന് റീഡ് ചെയ്യാമോ, എക്സ്പ്ലെയിൻ ചെയ്യാമോ? കൃഷ്ണപ്രിയ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? കൃഷ്ണപ്രിയ. Yes, ma'am. Language development includes 4 skills: listening, speaking and reading. Language develop ചെയ്യുന്നത് 4 സ്കില്ല് കൂടിയാണ്. Listening. ലാംഗ്വേജ് ഡെവലപ്മെന്റ് യൂണിറ്റ് 5 തുടങ്ങുന്നേ.
Language, which is ability to communicate using spoken words, distinguishing human beings from other animals. Language ability communicate with spoken. എങ്ങനെ പറയാം? എന്താ? Language, which is ability to communicate using spoken words. Language spoken words look language ഓക്കെ, ഞാൻ പറയാം കേട്ടോ. ഓക്കെ, ലാംഗ്വേജ് ഡെവലപ്മെന്റ് കേട്ടോ. ലാംഗ്വേജ് വിച്ച് ഈസ് ദ എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് യൂസിങ് സ്പോക്കൺ വേർഡ്സ് ഡിസ്റ്റിങ്വിഷസ് ഹ്യൂമൻ ബീങ്സ് ഫ്രം അതർ അനിമൽസ്. ലാംഗ്വേജ് എന്ന് പറയുന്നത് വേർഡ്സ് കൊണ്ട്, അതായത് സംസാരിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള, വാക്കുകൾ കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവിനെയാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇത് ആനിമൽസിൽ നിന്നും ഡിഫറെന്റ് ആണ്. അതായത് ആനിമൽസിന് എന്തില്ല? സംസാരിക്കാനുള്ള കഴിവില്ല, അല്ലെ? അപ്പോ ആനിമൽസിൽ നിന്നും മനുഷ്യരെ വേർപെടുത്തുന്നത്, അല്ലെങ്കിൽ മനുഷ്യനെ സെപ്പറേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ മനുഷ്യനായിട്ട് എന്താ പറയാ ഐഡന്റിഫൈ ചെയ്യുന്ന ഒന്നാണ് എന്ത്? ഈ ലാംഗ്വേജ് എന്ന് പറയുന്നത്. മൃഗങ്ങളിൽ ഇല്ലാത്ത ഒന്നാണ് എന്ത്? ലാംഗ്വേജ് എന്ന് പറയുന്നത്, അല്ലെ? അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവില്ല, പക്ഷെ മനുഷ്യന് എന്തുണ്ട്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അതായത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഈസി ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് എന്ത്? ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോ എല്ലാ ആളുകൾക്കും ഒരേപോലെയുള്ള ലാംഗ്വേജ് ആയിരിക്കില്ല ഉണ്ടായിരിക്കുന്നത്, അല്ലെ? പലതരത്തിലുള്ള ആളുകളുണ്ട്, നമുക്ക് പലതരത്തിലുള്ള പ്രദേശങ്ങൾ അല്ലെങ്കിൽ ഏരിയാസ് ഉണ്ട്, അല്ലെ? കുറേയധികം രാജ്യങ്ങളുണ്ട്. നമ്മളിവിടെ സംസാരിക്കുന്ന ഭാഷയായിരിക്കില്ല അവിടെ ജനങ്ങൾ സംസാരിക്കുന്നത്, അല്ലെ? ഓരോ ആളുകൾക്കും അല്ലെങ്കിൽ ഓരോ കൺട്രീസിനും റീജിയണൽ ലാംഗ്വേജസ് ഉണ്ട്, ഒഫീഷ്യൽ ലാംഗ്വേജസ് ഉണ്ട്. അപ്പൊ ആ ലാംഗ്വേജസിലായിരിക്കും എന്ത് സംസാരിക്കുക? ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇപ്പൊ മെജോറിറ്റി ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് എന്ത് ചെയ്യുക? ഒരു പ്രദേശത്തെ ആളുകൾ കൂടുതലായിട്ട് സംസാരിക്കുക, അല്ലെ? നമ്മളിപ്പോ കേരളത്തിലാണ് ജീവിക്കുന്നത്, അല്ലെ? കേരളത്തിലെ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ അറിയുന്ന ഭാഷ എന്ന് പറയുന്നത് മലയാളമാണ്. അപ്പൊ മലയാളം എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഭാഷ. ഓക്കെ, മലയാളം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചാല് എന്തറിയാൻ പറ്റും? അതായത് അവർക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ എന്താ പറയാ, ഭാഷ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഓരോരോ കൺട്രിയെ അല്ലെങ്കിൽ ഓരോരോ പ്രദേശത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒന്നാണ്. ഓക്കെ, ഭാഷ ഉണ്ടെങ്കിൽ, ലാംഗ്വേജ് ഉണ്ടെങ്കിൽ മാത്രമാണ് പരസ്പരം കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക. അതായത് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുക. ഓക്കെ, ഇപ്പൊ ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കുട്ടികളുടെ കേസിൽ ഇത് ഓരോ ഇതായിട്ട് പറഞ്ഞു വരുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ക്രൈയിങ് ആണ്. കുട്ടി ജനിക്കുമ്പോൾ ആദ്യം എന്താ ചെയ്യുന്നത്? കുട്ടി എന്താ ചെയ്യുക? ആദ്യം കരയാണ് ചെയ്യണം, അല്ലെ? ക്രൈയിങ് ആണ്. അപ്പൊ തൊണ്ടയിൽ നിന്ന് നിലവിളി ശബ്ദമാണ് ആദ്യം വരുന്നത്, അല്ലെ? കരച്ചിലാണ് വരുന്നത്. അതാണ് ഫസ്റ്റ് ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് കേട്ടോ. ക്രൈയിങ് ആണ് ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ ഫസ്റ്റ് സ്റ്റേജ്. ഓക്കെ, നിലവിളിയോട് കൂടിയാണ് കുഞ്ഞു ഭൂമിയിലേക്ക് വരുന്നത്. Then cooling, the child produce sound from his throat. പിന്നെ കൂളിംഗ് എന്ന് പറയുന്നത് കൂളിംഗ് എന്നല്ല കേട്ടോ, കൂയിങ് എന്നാണ്. അവിടെ സ്പെല്ലിങ് എന്താ പറയാ മിസ്റ്റേക്ക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കുയി കേട്ടോ, COOING എന്നാണ്. കൂളിംഗ് അല്ല, കുയി. ഓക്കെ, അതായത് അവന്റെ എന്താ പറയാ കുട്ടിയുടെ തൊണ്ടയിൽ നിന്ന് ചില ശബ്ദങ്ങള് പുറപ്പെടുവിക്കാനായിട്ട് തുടങ്ങും. കരച്ചിലിന് ശേഷമാണ് എന്ത് ചെയ്യുക? കുട്ടികളുടെ ത്രോട്ടിൽ നിന്ന് ചില സൗണ്ട്സ് പുറപ്പെടുവിക്കുക. ഓക്കെ, അടുത്തത് babbling. The child combines a vowel and consonant sound and repeats continuously ba 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 ba. നിങ്ങൾ ആ ശബ്ദം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അതായത് ബാബ്ലിംഗ് സൗണ്ട്, അതായത് ഒരു വവലും അതുപോലെ തന്നെ ഒരു കൺസണന്റ് സൗണ്ട് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? വേർഡ്സിനെ കമ്പൈൻ ചെയ്യുന്നു. അതിന് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ് ബാ ബാ ബ. ഓക്കെ, നമ്മൾ മലയാളത്തിൽ ചില അക്ഷരങ്ങളൊക്കെ പഠിക്കില്ലേ? ബ പ്ലസ് ആ ബ, പ പ്ലസ് ആ പ, മ പ്ലസ് ആ മ. അതായത് ഒരു വർണ്ണവും ഒരു സ്വരാക്ഷരവും ചേർന്നിട്ടാണ് ഒരു വ്യഞ്ജനം അല്ലെങ്കിൽ ഒരു അക്ഷരം ഉണ്ടാവും. പഠിച്ചിട്ടുണ്ടോ? മലയാളത്തിൽ പഠിച്ചിട്ടുണ്ടോ?
ഉണ്ടല്ലേ. ആ, നമ്മള് കുഞ്ഞു കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് മലയാളം ലിപിയിൽ അല്ലെങ്കിൽ മലയാളം അക്ഷരങ്ങളിൽ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ. അപ്പൊ അത്തരത്തിൽ അതായത് ഒരു വവൽ സൗണ്ടും അതുപോലെ തന്നെ ഒരു കൺസണന്റ് സൗണ്ട് ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്, അക്ഷരങ്ങള് ഉണ്ടാകുന്നത്. അപ്പൊ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ് ബ ബ ബ. ഓക്കെ. Then അതുപോലെ തന്നെ ഫസ്റ്റ് മീനിങ്ഫുൾ വേർഡ് ജനറലി റിലേറ്റഡ് ദ പ്രൈമറി കെയർടേക്കർ മാപ്പ. അതുപോലെ തന്നെ അവരുടെ ഫസ്റ്റ് വേർഡ്, അവർ പറയുന്ന വേർഡ് എന്ന് പറയുന്നത് മീനിങ്ഫുൾ വേർഡ് ആണ്. അതെന്താണ്, അവരുടെ പ്രൈമറി കെയർടേക്കർ, അവരെ നോക്കുന്നവർ ആരാണോ അവരെ വിളിക്കുന്നത് മാ എന്നും പാ എന്നുമാണ്. അതായത് അച്ഛ അമ്മ ആ ഒരു രീതിയിൽ മാ പാ എന്ന് എന്ത് ചെയ്യാറുണ്ട്, കുഞ്ഞുങ്ങൾ തുടക്കത്തിലെ വിളിച്ചു വരാറുണ്ട്. Then അതുപോലെ തന്നെ സിംഗിൾ വേർഡ് സെന്റൻസസ് ബോൾ ക്യാൻ മീൻ ഐ സി എ ബോൾ, ഐ വാണ്ട് ദ ബോൾ, മൈ ബോൾ ഫെൽ ഡൗൺ. അതുപോലെ തന്നെ സിംഗിൾ വേർഡ് സെന്റൻസുകൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങും. അതായത് എനിക്ക് ബോള് വേണം, എനിക്ക് ബോള് കാണാം, അതുപോലെ എന്റെ ബോള് താഴെ പോയി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളർന്നു വരുന്ന സ്റ്റേജിൽ എന്ത് ചെയ്യുന്നു, കുട്ടി പറയാനായിട്ട് തുടങ്ങും. Then simple sentences, I want a ball. അതുപോലെ ഒരു സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് എന്ന് പറയുന്നത് എനിക്കത് വേണം, എനിക്ക് ബോള് വേണം, അല്ലെങ്കിൽ എനിക്ക് ചോക്ലേറ്റ് വേണം. അങ്ങനെയുള്ള സിമ്പിൾ സെന്റൻസസ് എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടി പറയാനായിട്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ പറഞ്ഞത്? ആതിര ഒന്ന് പറഞ്ഞേ, അടുത്ത ഒരു പാരഗ്രാഫ് തുടങ്ങി, ആ ഒരു പേജ് ലാസ്റ്റ് വരെ. ആതിര. Yes, ma'am. Learning any language indicates acquiring four skills, namely listening, speaking, reading, and writing. A 3-year-old has a vocabulary of about 9,000 words, but by the time he is 6 years old, the child has a spoken vocabulary almost 12,000 to 14,000 words. Language development includes four skills: listening, speaking, reading, and writing. At this stage, the child should be introduced to games and activities that improve his listening and speaking skills at the same time. Activities such as listening to stories, reciting rhymes, listening to record music, meditation, games such as Chinese Whisper, Simon Says, drawing the child's concentration to various sounds in the environment are all essential to develop the listening and speaking skills in children. The pre-reading skills include recognizing alphabets and their phonetic sounds and the capacity to move the eye from left to right in a straight line, a love for books, and the eye and hand coordination. These can be developed through many activities with specially devised materials and variety of art and craft activities mentioned in the unit on motor development. ഓക്കെ, എന്താ മനസ്സിലായത് ആതിര? ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്ന ഓരോരോ പ്രായത്തിലും ഇത്ര വയസ്സ് വരെ ലാംഗ്വേജ് എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നു, എന്തൊക്കെ അവർ സംസാരിക്കുന്നു, അവര് എന്തൊക്കെ ചെയ്യുന്നു, വായിക്കുന്നു, അവര് മനസ്സിലാക്കുന്നു, എഴുതുന്നു, ഇങ്ങനെ എനിക്ക് തോന്നുന്നു വേറെ. എന്താ? 6 വയസ്സ് വരെയുള്ള കുട്ടികള് പിന്നെ ലേണിങ് അവര് മനസ്സിലാക്കുന്നു, വായിക്കാൻ ലാംഗ്വേജ് മനസ്സിലാക്കുന്നു, അവര് വായിക്കാനും എഴുതാനും സംസാരിക്കാനും തുടങ്ങുന്നു. പിന്നെ എന്താ പറയുന്നത് അതിനകത്ത്, പാരഗ്രാഫില് തൊട്ട് താഴെയുള്ള പാരഗ്രാഫിൽ എന്താ പറയുന്നത്? ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇൻക്ലൂഡ്സ് ഫോർ സ്കിൽസ്: ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. അവര് മനസ്സിലാക്കുന്നു, എഴുതുന്നു, സംസാരിക്കുന്നു, എല്ലാം അവരുടെ കഴിവുകള് വായിക്കാനും ഓക്കെ,
ഞാൻ നോക്കാം, ഞാൻ പറയാം കേട്ടോ. വേറെ ആർക്കെങ്കിലും പറയണമെന്നുണ്ടോ? ഇനി ഞാൻ പറയാം മിസ്. ഓക്കെ, അജിത. Language development include 4 skills: listening, speaking, reading and writing. ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നത് നമ്മൾ ലിസണിങ് കേൾക്കുന്നതിലൂടെയും, സ്പീക്കിംഗ് സംസാരിക്കുന്നതിലൂടെ, റീഡിങ് വായിക്കുന്നതിലൂടെ ആൻഡ് റൈറ്റിംഗ് എഴുതുന്നതിലൂടെയാണ്. At this stage, the child should be introduced to games and activities that improve his listening and speaking skills at the same time. ഈ സമയത്ത് കുട്ടികൾ ഗെയിംസും ആക്ടിവിറ്റീസും ഒക്കെ പഠിക്കാൻ തുടങ്ങും, ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇംപ്രൂവ് ഹിസ് ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് സ്കിൽ. അവർ സംസാരിക്കാനുള്ളതും അവർ കേൾക്കാനുള്ള സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ആകും. At the same time, activities such as listening to stories, reciting rhymes, listening to record music. ആക്ടിവിറ്റീസ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ സ്റ്റോറീസ് ഒക്കെ കേൾക്കാൻ തുടങ്ങും, റീമിക്സ് ഏതാ പാട്ടുകളൊക്കെ ശ്രദ്ധിക്കാനും തുടങ്ങും, ലിസണിങ് കേൾക്കാനും, റെക്കോർഡ്സ് മ്യൂസിക് അതായത് പാട്ടുകളൊക്കെ കേൾക്കാനൊക്കെ തുടങ്ങും. മെഡിറ്റേഷൻസ്, ഗെയിംസ്, മെഡിറ്റേഷൻ അതായത് യോഗ പോലത്തെയുള്ള കാര്യങ്ങളൊക്കെ അവർ ശ്രദ്ധിക്കാൻ തുടങ്ങും, ഗെയിംസ് ശ്രദ്ധിക്കാൻ തുടങ്ങും. ഡ്രോയിങ്സ് സച്ച് ചൈനീസ് whisper. Simon says, drawing the child concentration to various sound in the environment are all essential to develop this listening and speaking skill in children. ചൈനീസ് വിസ്പർ എന്ന് പറഞ്ഞാൽ സൈമൺ സേസ് പറയുന്നു, ഡ്രോയിങ് അതായത് കുട്ടികൾ വരയ്ക്കാനൊക്കെ വരയ്ക്കുന്നതിനുള്ള കോൺസെൻട്രേഷനൊക്കെ തുടങ്ങും. അത് അവർ എൻവയോൺമെൻറ്റ് ചുറ്റുപാടുകളുള്ള സൗണ്ട്സുകളൊക്കെ ശ്രദ്ധിക്കാനും അത് വെച്ച് ഡ്രോയിങ് ഒക്കെ ചെയ്യാനും തുടങ്ങും. ദ പ്രീ-റീഡിങ് സ്കിൽസ് ഇൻക്ലൂഡ് റെക്കഗ്നൈസിങ് ആൽഫബറ്റ്സ് ആൻഡ് ദെയർ ഫോണിക് സൗണ്ട്സ്. അവർ എഴുതാനൊക്കെ തുടങ്ങും, ഇൻട്രൊഡ്യൂസ് ആൽഫബറ്റ് ഒക്കെ എഴുതാനും, ഫോണിക് സൗണ്ട്സ് അതായത് ചെറിയ ചെറിയ സൗണ്ട്സുകളും കുട്ടികൾ ഇന്നലെ ഗെയിംസ് പോലത്തെ സൗണ്ട്, അത് മറ്റേ പിയാനോ പോലത്തെ അങ്ങനത്തെ സൗണ്ട്സുകളൊക്കെ അവർ ശ്രദ്ധിക്കാനും അതൊക്കെ തുടങ്ങും. A love for books and eye and hand coordination. അവർ ബുക്സൊക്കെ ശ്രദ്ധിക്കാനും അതിൻ്റെ പുറമെ കൂടെ ഹാൻഡ് വെച്ച് ഇങ്ങനെ എഴുതാനും ഒക്കെ ശ്രമിക്കും. This can be developed through many activities which are specially devised materials, variety of arts and craft activities mentioned in the unit on motor development. അവരുടെ ഈ പ്രായത്തിലാണ് മോട്ടോർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ സമയത്തിനാണ് നമ്മൾ മോട്ടോർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഈ സമയത്ത് അവർ വ്യത്യസ്തമായ മെറ്റീരിയൽസ് കൊണ്ടൊക്കെ കളിക്കാനും കുഞ്ഞു കുഞ്ഞു ആർട്ടുകളൊക്കെ ഉണ്ടാക്കാനും, ഓരോരോ ക്യൂബ്സ് ഒക്കെ കൊണ്ട് അങ്ങനെ ആർട്ടുകളൊക്കെ ചെയ്യാനും ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാനും തുടങ്ങും. താങ്ക് യു മിസ്. ഓക്കെ, നമുക്ക് നോക്കി നിങ്ങൾ ലേണിംഗ് എനി ലാംഗ്വേജസ് ഇൻഡിക്കേറ്റ്സ് അക്വയറിംഗ് 4 സ്കിൽസ്, namely listening, stage of telegraphic speech, one ball, see ball, speaking, reading and writing. A 3-year-old has a vocabulary of about 900 words, but by the time he is 6 years old, the child has a spoken vocabulary of almost 12,000 to 14,000 words. അതായത് ഒരു ലാംഗ്വേജ് നമ്മൾ പഠിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് നമ്മളെ അക്വയർ ചെയ്യുന്നത് 4 സ്കില്ലുകൾ ഉപയോഗിച്ചിട്ടാണ്. പ്രധാനമായിട്ടും 4 സ്കില്ലുകളിലൂടെയാണ് നമ്മളൊരു ലാംഗ്വേജിനെ പഠിച്ചെടുക്കുക. അത് ഏത് ലാംഗ്വേജസ് ആയിക്കോട്ടെ, നമ്മൾ 4 സ്കിൽ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, അതിനെ പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതൊന്നാണ് ലിസ്ണിംഗ് എന്ന് പറയുന്നത്, കേൾവിയിലൂടെ. ഓക്കെ, ഒരാള് കുറെ കാര്യങ്ങൾ, കുട്ടിയുടെ ചെറിയ സ്റ്റേജ് എന്ന് പറയുന്നത് ലിസ്ണിംഗ് ആണ്. അതായത് മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് പറയുന്ന കാര്യങ്ങൾ കുട്ടി കേട്ടിട്ടാണ് എന്ത് ചെയ്യുക, പറയാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ലിസ്ണിംഗ് ആണ് ഫസ്റ്റ് എന്ന് പറയുന്നത്, ലാംഗ്വേജ് സ്കില്ല് വരുന്നത്. രണ്ടാമത്തേതാണ് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത്
കുട്ടിക്ക് ആദ്യം കേൾക്കുന്നു, അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, സംസാരിക്കാനായിട്ട് തുടങ്ങുന്നത്. ദെൻ മൂന്നാമത്തേതാണ് റീഡിങ്. പല കാര്യങ്ങളും, പല ബുക്സുകളും അല്ലെങ്കിൽ പല കാര്യങ്ങളിലൂടെ കുട്ടി റീഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ലാംഗ്വേജിനെ പഠിക്കുന്നു. ഓക്കെ. ദെൻ റൈറ്റിംഗ്. പിന്നീടാണ് ലാസ്റ്റ് വരുന്നത് റൈറ്റിംഗ്, എഴുതാനായിട്ട് തുടങ്ങുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ലിസണിങ് ആണ്, ആദ്യം കേൾക്കുന്നു, പിന്നെ സ്പീക്കിംഗ് പറയുന്നു, റീഡിങ് വായിക്കുന്നു, ദെൻ റൈറ്റിംഗ് എഴുതുന്നു. അങ്ങനെ ഈ 4 സ്കില്ലിലൂടെയാണ് നമുക്ക് ഏത് ലാംഗ്വേജസും പഠിച്ചെടുക്കാനായിട്ട് സാധിക്കുക. പിന്നെ 3 വയസ്സുള്ള ഒരു കുട്ടിയുടെ വൊക്കാബുലറി എന്ന് പറയുന്നത് 900 വേർഡ്സ് ആണ്. 900 വേർഡ്സോളമാണ് ആ കുട്ടി ആ സമയത്ത് ആ ഒരു 3 ഇയറിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ എന്ന് പറയുന്നത്. ഓക്കെ. എന്നാൽ 6 വയസ്സാകുമ്പോഴത്തേനും കുട്ടിയുടെ വൊക്കാബുലറി കുറച്ചുകൂടി എക്സ്പാൻഡഡ് ആകും. അത് 12,000 തുടങ്ങി 14,000 വരെ, 12,000 തുടങ്ങി 14,000 വേർഡ്സ് വരെ എന്ത് ചെയ്യാം, കുട്ടി ആ സമയത്ത് ഉപയോഗിക്കാം. ഓക്കെ. അപ്പൊ അതാണ് അതിനുള്ള പറയുന്നത് വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതാണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് 4 സ്കില്ലുകൾ വരുന്നുണ്ട്. ലിസ്ണിംഗ് വരുന്നു, സ്പീക്കിംഗ് വരുന്നു, റീഡിംഗ് വരുന്നു, റൈറ്റിംഗ് വരുന്നു. അതുപോലെ തന്നെ ഈ സമയത്താണ് കുട്ടി വായിക്കാനും എഴുതാനും കേൾക്കാനും സംസാരിക്കാനും ഒക്കെ തുടങ്ങുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ കുട്ടികളുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പല പല ഗെയിംസുകൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പല പല ആക്ടിവിറ്റീസ് എന്ത് ചെയ്യാം, കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇങ്ങനെ പല ഗെയിംസും അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ കുട്ടികളുടെ ലിസ്ണിംഗ് സ്കില്ല് അതുപോലെ സ്പീക്കിംഗ് സ്കില്ലൊക്കെ എന്താണ്, ഇംപ്രൂവ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ചില ആക്ടിവിറ്റീസ് ഉണ്ട്. സ്റ്റോറി കേൾക്ക്, ലിസ്ണിംഗ് ടു സ്റ്റോറീസ്. അതായത് കുട്ടികൾക്ക് സ്റ്റോറി പറഞ്ഞു കൊടുത്താൽ അവര് അതുകൊണ്ടാണ് അത് കേൾക്കുക, അല്ലെ ചെവി കൊണ്ട് അത് കേൾക്കുക. അപ്പൊ അത് കേൾക്കുന്നതിലൂടെ അവരുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ആവുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ റെസിറ്റിംഗ് ഉണ്ട്. അതായത് പദ്യപാരായണം പോലുള്ള കാര്യങ്ങൾ നമുക്കറിയാം സ്കൂളുകളിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. അതായത് കുട്ടികളുടെ ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടാണ് റെസിറ്റിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത്. പിന്നെ റൈംസ് ചൊല്ലല്, അതുപോലെ തന്നെ ലിസ്ണിംഗ് ടു റെക്കോർഡ് മ്യൂസിക്. അതായത് ചില കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മ്യൂസിക് എന്ന് പറയുന്നത്, അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കുട്ടികള് പാട്ട് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അവര് ടിവിയിലും അതുപോലെ മൊബൈലിലും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പാട്ട് കേൾക്കാനായിട്ട് താല്പര്യപ്പെടുന്നവരാണ്. അപ്പൊ ഇത്തരത്തിലുള്ള മ്യൂസിക് കേൾക്കുന്നതിലൂടെ അവരുടെ ലാംഗ്വേജ് എന്ത് ചെയ്യുന്നു, ഇംപ്രൂവ് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ മെഡിറ്റേഷൻ ധ്യാനത്തിലൂടെ ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, ഇങ്ങനെയുള്ള അതായത് ഇതൊക്കെ ആക്ടിവിറ്റീസ് ആണ് കുട്ടികളുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ചില ഗെയിംസ് ഉണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 ഗെയിംസിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൈനീസ് വിസ്പർ ആണ്, മറ്റൊന്ന് സൈമൺ സേസ് ആണ്. ഈ 2 ഗെയിംസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചൈനീസ് വിസ്പർ ആൻഡ് സൈമൺ സേസ് കേട്ടിട്ടില്ല ആരും? സൈമൺ സെയ്സ് എന്ന് പറയണത് നമ്മള് എന്തെങ്കിലും ആക്ഷൻസോ എന്തെങ്കിലും സൈമൺ സെയ്സ് എന്ന് പറഞ്ഞിട്ട് അത് പറയുമ്പോ കുട്ടികൾ അത് ചെയ്യുന്ന അതാണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് അറിയില്ല. അതെ. അതായത് സൈമൺ സേസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയാനായിട്ട് അല്ലെങ്കിൽ ചെയ്യാനായിട്ട് പറയും. അപ്പോ സൈമൺ സേസ് എന്ന് പറഞ്ഞത് കൊണ്ട് ആ ആക്ഷൻ ചെയ്യുക അല്ലെങ്കിൽ അതുപോലെ പറയുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു 6 കുട്ടികളെ നിർത്തിയേക്കുവാണ്. അതിനകത്ത് ഒരു കുട്ടി അതിന് സൂപ്പർവിഷൻ കൊടുക്കുവാണ്. അപ്പൊ ആ കുട്ടി പറയാണ് സൈമൺ സേസ് ടച്ച് യുവർ ഹെഡ് എന്ന് പറയാണ്. അപ്പോ ഈ കുട്ടികൾ എന്ത് ചെയ്യണം, അതുപോലെ തന്നെ പറഞ്ഞു. അതായത് സൈമൺ സേസ് എന്ന് പറഞ്ഞിട്ട് ടച്ച് യുവർ ഹെഡ് എന്ന് പറയുകയും ഒപ്പം തലയിൽ തൊടുകയും വേണം. അതുപോലെ തന്നെ സൈമൺ സേസ് ടച്ച് യുവർ ഷോൾഡർ. അപ്പൊ ആ കുട്ടികൾ എന്ത് ചെയ്യണം, സൈമൺ സേസ് ടച്ച് യുവർ ഷോൾഡർ എന്ന് പറഞ്ഞിട്ട് ഷോൾഡറിൽ ടച്ച് ചെയ്യണം. ഓക്കെ. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. സൈമൺ സേസ് ടച്ച് യുവർ ലെഗ്, അപ്പൊ കാലുമ തൊടാണ്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. അതിനകത്ത് ചിലപ്പോ ഒരുമിച്ച് ഈ ഒരു കളി എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് നമ്മൾ പറയുകയും ഒരുമിച്ച് ആക്ഷൻ ചെയ്യുകയും വേണം. അപ്പൊ ചില കുട്ടികൾ സൈമൺ സേസ് എന്ന് പറയാൻ വിട്ടുപോകും, ചില കുട്ടികള് പറയാനായിട്ട് വിട്ടുപോകും, ചില കുട്ടികൾ ആക്ഷൻ ചെയ്യാനായിട്ട് വിട്ടുപോകും.
അപ്പൊ ഇത്തരത്തിലുള്ള കുട്ടികളാണ്, അതായത് എന്തെങ്കിലും മിസ്സാവുന്ന കുട്ടികൾ, ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് മിസ്സായി കഴിഞ്ഞാൽ ആ കുട്ടി ഔട്ടാവും. അങ്ങനെയാണ് ഈ കളി നടത്തുന്നത്. ക്ലിയർ ആണോ? മനസ്സിലായോ പറഞ്ഞത്? ഓക്കെയാണ്. ഇപ്പൊ സൈമൺ സേസ് എന്ന് പറയണം. സൈമൺ സേസ് ജമ്പ് എന്ന് പറഞ്ഞാല് സൈമൺ സേസ് ജമ്പ് എന്ന് പറഞ്ഞിട്ട് ചാടണം. അപ്പൊ അത്തരത്തിലുള്ള കളികൾ, ദാറ്റ് ഈസ് സൈമൺ സേസ്. അതുപോലെ തന്നെ ചൈനീസ് വിസ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും TV പ്രോഗ്രാമിലൊക്കെ. അതായത് ഒരു 10 കുട്ടികൾ കൂടിയിരിക്കാന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു 10 കുട്ടികൾ കൂടി ഇങ്ങനെ ഇരിക്കുവാണ്, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുവാണ് പുറത്ത്. എന്നിട്ട് ടീച്ചർ ഉണ്ട് അവരെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ടീച്ചർ ആദ്യത്തെ കുട്ടിയുടെ ചെവിയിൽ ഒരു വേർഡ് പറയുന്നു, വളരെ പതുക്കെയാണ് പറയാ. ഓക്കെ, ആദ്യത്തെ കുട്ടിയുടെ ചെവിയിൽ ഒരു വേർഡ് പതുക്കെ പറയുന്നു. ഈ കുട്ടി അത് രണ്ടാമത്തെ കുട്ടിയുടെ ചെവിട്ടിലേക്ക് പാസ് ചെയ്യുന്നു. പിന്നീട് അത് 3ഉം 4ഉം 5ഉം കഴിഞ്ഞ് 10ാമത്തെ കുട്ടിയിൽ വരെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ 10ാമത്തെ കുട്ടിയോട് ചോദിക്കും എന്താണ് ആ വാക്കെന്ന് ചോദിക്കും ടീച്ചർ. ടീച്ചറാണല്ലോ ആ വാക്ക് ആദ്യത്തെ കുട്ടിയോട് പറഞ്ഞത്. 10ാമത്തെ കുട്ടിയോട് ചോദിക്കും എന്താണ് ഞാൻ പറഞ്ഞ വാക്ക്, അല്ലെങ്കിൽ നിനക്ക് കിട്ടിയ വാക്ക് എന്താണെന്ന് ചോദിക്കും. അപ്പൊ ആ കുട്ടി അതുപോലെ തന്നെ പറയുവാണെങ്കിൽ ആ കുട്ടി ജയിച്ചു എന്നാണ് അർത്ഥം. മറിച്ച് വേറെ വാക്കായിട്ട് അല്ലെങ്കിൽ വേറെ വേർഡായിട്ട് പറയുവാണെങ്കിൽ ആ കുട്ടി തോക്കാണ് ഉണ്ടാവുക. ഈ ഗെയിം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും TV പ്രോഗ്രാംസിൽ എന്തെങ്കിലും? അത് കേട്ടിട്ടുണ്ട് മിസ്. കണ്ടിട്ടുണ്ട്. ഓക്കെ, ആക്ഷൻസ് കാണിച്ചിട്ടുള്ളതാ അധികം കണ്ടേക്കുന്നത്. ആക്ഷൻസ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ ടീച്ചർ ഇപ്പൊ മാമ്പഴം വേണം എന്നാണ് പറയുന്നതെന്ന് വിചാരിക്കുക. 10ാമത്തെ കുട്ടിയുടെ ചെവിയിൽ എത്തുമ്പോൾ ചിലപ്പോൾ അത് മാങ്ങാന്ന് മാത്രമായിരിക്കും കേൾക്കുന്നത്. അപ്പൊ ഓരോരുത്തരുടെ, അതായത് ഇങ്ങനെ പാസ് ചെയ്ത് പോവല്ലോ. ഒരാൾ എന്താണ് കേൾക്കുന്നത് അതായിരിക്കും അടുത്ത ആൾക്ക് പറയാം. പിന്നെ അയാൾ എന്താണ് കേൾക്കുന്നത് അതായിരിക്കും മറ്റൊരാളിലേക്ക് പാസ് ചെയ്യാം. അപ്പൊ അതിനകത്ത് ഡിഫറൻസ് ഉണ്ടാവാൻ കേൾക്കുന്നതനുസരിച്ച്. അപ്പൊ ആ വേർഡ് ചിലപ്പോൾ വേറെ വേർഡായിട്ട് വരാം. ആ ഒരു കളിയാണ് എന്ത്, ഈ ഒരു ചൈനീസ് വിസ്പർ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം കളികളിലൂടെ കുട്ടികളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എന്താ പറയാ, പലതരത്തിലുള്ള, അതായത് ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ നമ്മൾ ഒന്ന് വീക്ഷിച്ചു കഴിഞ്ഞാൽ പരിസ്ഥിതിയെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ എൻവയൺമെന്റിനെ കുറിച്ച്, എൻവയൺമെന്റിന്റെ എന്താണ്, എൻവയൺമെന്റിലുള്ള പലതരം ശബ്ദങ്ങൾ, കിളികളുടെ ശബ്ദം, അതുപോലെ കാറ്റ്, അങ്ങനെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ. അപ്പൊ അതിനകത്തോട്ട് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പ്രകൃതിയുമായിട്ട് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുന്നേ, പിന്നെ അതുപോലെ തന്നെ പ്രീ റീഡിങ് സ്കിൽസ്, ആൽഫബറ്റ്സ് പഠിപ്പിക്കുന്നത്, ഫോണറ്റിക് സൗണ്ട്സ്, പിന്നെ അതുപോലെ തന്നെ കണ്ണ് ഇടത്തു നിന്ന് വലത്തോട്ട് ചലിക്കുന്ന രീതി, അതൊക്കെ ലാംഗ്വേജ് ഡെവലപ്മെന്റിനെ സഹായിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബുക്സുകൾ കൂടുതലായിട്ട് കൈകാര്യം ചെയ്യുന്നത്, ബുക്സ് വായിക്കുമ്പോൾ അവരുടെ ഐ ഹാൻഡ് കോർഡിനേഷൻ എന്താണ്. പിന്നെ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പല പല ആക്ടിവിറ്റീസുകളിലൂടെയും പല പല മെറ്റീരിയൽസിലൂടെയും കുട്ടികളുടെ ക്രാഫ്റ്റ് വർക്കുകളും അതുപോലെ തന്നെ മോട്ടോർ ഡെവലപ്മെന്റും ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, കുട്ടികളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇനി ഞാനിപ്പോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ സജഷൻ എന്താണ്? ലാംഗ്വേജ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന കാര്യം എന്താണ്? ഇതല്ലാതെ അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം? നമ്മൾ കുട്ടികളോട് കൃത്യമായിട്ട് ഇങ്ങനെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവര് കുറെ കൂടി, അവരുടെ സംസാരം കുറെ കൂടി മെച്ചപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. എന്താണ് മോളെ, എനിക്ക് മനസ്സിലായില്ല, ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറയാമോ? നമ്മള് കുട്ടികളോട് കുറെ കൂടി, ഇപ്പൊ കുട്ടികളോട് ഒന്നും സംസാരിക്കാതിരിക്കുമ്പോ അപ്പൊ പിള്ളേര് സംസാരിക്കുന്നത് കുറെ ചെറുപ്പത്തിലേ സംസാരിക്കാൻ കുറെ വൈകുന്നുണ്ട്. നമ്മൾ അവരോട് എന്തെങ്കിലും ആംഗ്യ ഭാഷയിലോ നമുക്കറിയുന്ന പോലെ അവരുടെ ഭാഷയിൽ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ സംസാരം കൂടുതൽ മെച്ചപ്പെടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ, അതിനാ കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു, അതെ, അവര് പിന്നെ അവരോട് നമ്മൾ എത്രത്തോളം അവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നു, സംസാരിക്കുന്നു, അതിനനുസരിച്ച് അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇംപ്രൂവ് ആവും അല്ലേ? അതെ അതെ. ഇനി എന്താണ് സജഷൻ പറയാട്ടോ? കുട്ടികളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇംപ്രൂവ് ചെയ്യുന്നതിന് എന്തൊക്കെ സജഷൻസ് ആണ് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്? നിങ്ങൾ ചെയ്യുന്ന കാര്യം ഞാൻ പറയാം.
അതായത് സംസാരിക്കാൻ ഡിലേ ഉള്ള കുട്ടികളാണെങ്കിൽ അവരെന്തെങ്കിലും അവർക്ക് ആവശ്യങ്ങൾ ഇഷ്ടംമാതിരി ഉണ്ടാവുമല്ലോ. അപ്പോ ആ കുട്ടികളോട് ചൂണ്ടിക്കാണിച്ചിട്ട് അതെന്താണെന്നുള്ളത് പറയിപ്പിക്കണം. അതെന്താണെന്ന് പറഞ്ഞാൽ ആ സംഭവം തരുള്ളൂ എന്നുള്ളത് പറയണം. എന്നിട്ട് ആ കുട്ടീനെ കൊണ്ട് ആ വേർഡ് നമ്മൾ പറയിപ്പിക്കണം. അപ്പോൾ കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. പിന്നെന്താണ്, ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യിപ്പിക്കാറുണ്ടോ? കുട്ടികളെ മ്യൂസിക് കേൾപ്പിക്കാറുണ്ടോ? ഗെയിംസ് ഒക്കെ കളിപ്പിക്കാറുണ്ടോ? അതൊക്കെ ചെയ്യിപ്പിക്കാറുണ്ടോ? ഉണ്ടല്ലേ. ഓക്കെ. ആര്യ രാകേഷ് പറഞ്ഞോളൂ കേട്ടോ. നമ്മളെ തുടക്കത്തില് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ ചിലര് പറയില്ലേ ചെല്ലത്തിലൊക്കെ സംസാരിക്കുമെന്ന് പറയില്ലേ, ക്ലിയർ ഇല്ലാതെ നമ്മൾ കൊഞ്ചിയൊക്കെ പറയില്ലേ, അതല്ലാതെ എന്ത് കാര്യം പറഞ്ഞു കൊടുത്താലും ആ ക്ലിയർ ആയിട്ട് ആ വേർഡ് തന്നെ പറഞ്ഞു കൊടുക്കാൻ ആദ്യമേ ശ്രദ്ധിച്ചാൽ കുഞ്ഞുങ്ങളും ആ വേർഡ് തന്നെ പറയാനും ശ്രമിക്കും. നമ്മൾ എന്തെങ്കിലും വേർഡ് നമ്മൾ സ്നേഹത്തോടെ ചെല്ല വർത്താനത്തിൽ പറയുന്നതൊക്കെ ഇവിടെയൊക്കെ പറയും, അങ്ങോട്ടൊക്കെ എന്താ പറയുന്നത് എനിക്കറിയില്ല. അപ്പൊ കുഞ്ഞുങ്ങൾ ആ ഒരു ഏജ് ആകുമ്പോഴും കുഞ്ഞുങ്ങൾ ആ സെയിം ഇതേ പറയുള്ളൂ. നമ്മൾ ആദ്യമേ പറഞ്ഞു കൊടുത്താൽ നമ്മൾ പിന്നെ നമ്മൾ തിരുത്തി കൊടുക്കാനും അപ്പം കുഞ്ഞുങ്ങൾ അത് തന്നെ പഠിച്ചങ്ങ് പോകും. അപ്പൊ ആദ്യമേ കുഞ്ഞുങ്ങൾ സംശയങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് ആ റീസൺ എന്താണെന്ന് ചോദിക്കുമ്പോൾ ആ കാര്യം തന്നെ പറഞ്ഞു കൊടുക്കാൻ ശ്രദ്ധിച്ചാൽ പിന്നെ കുഞ്ഞുങ്ങൾ അത് തന്നെ ഫോളോ ചെയ്യും. എൻ്റെ മോൾക്ക് ഞാൻ ആദ്യം മലയാളം ഈ പൂച്ച, പട്ടി അങ്ങനെയൊക്കെ മലയാളം പറഞ്ഞു കൊടുത്തിട്ട് ഒരു 3 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്കും മോള് സമ്മതിച്ചു തരില്ലായിരുന്നു. മോള് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞു കൊടുത്തത് തന്നെ അതാ. ഇപ്പൊ ഡോഗ് എന്ന് പറയും അല്ലമ്മ അത് പട്ടിയാണെന്ന് പറയുമായിരുന്നു. ഞാൻ രണ്ടും കൂടെ പറഞ്ഞു കൊടുത്തിട്ടില്ല. ഡോഗാണ് പട്ടി അങ്ങനെ എൻ്റെ കാര്യത്തിൽ രണ്ടും കൂടെ പറഞ്ഞു കൊടുക്കണമായിരുന്നു കാണും. അപ്പൊ രണ്ടും പഠിക്കുമായിരുന്നു കാണും. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് എൻ്റെ മോള് അങ്ങനെ പറഞ്ഞു കേട്ടപ്പോഴത്തേക്ക്. അതുകൊണ്ട് ഇളയാൾക്ക് ഞാൻ രണ്ടും കൂടെ പറഞ്ഞു കൊടുക്കും. അപ്പൊ അവൾക്ക് ഇപ്പൊ 2 വേർഡും അറിയാം. നമ്മൾ എനിക്ക് തോന്നുന്നു ആദ്യം നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യം തന്നെ അവരെ മൈൻഡിൽ സെറ്റ് ആവുമെന്ന് തോന്നുന്നു. നമ്മൾ പിന്നെ അവർ അംഗീകരിച്ച് തരൂല. നമ്മളത് രണ്ടാമത് എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകുന്ന അറിയില്ല. എൻ്റെ മോൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇനി എന്താണ്, ഇനി ഏതെങ്കിലും എന്തെങ്കിലും നമ്മൾ ചെറിയ ചെറിയ ഓബ്ജക്ട്സുകൾ കാണിച്ചിട്ട് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ ശ്രമിക്കുക. അങ്ങനത്തെ പിന്നെ മാം എന്റെ മോനെ ഇങ്ങനെ വേർഡ്സ് പഠിപ്പിച്ചത് ആളിങ്ങനെ വേർഡ്സ് ഒക്കെ പഠിക്കാൻ തുടങ്ങിയ സമയത്ത് ഞങ്ങൾ ഒരു ഗെയിം പോലെ കളിക്കുമായിരുന്നു. അതായത് ആൽഫബറ്റ്സ് എടുത്തിട്ട് ഏതെങ്കിലും ഒരു എ ആണെങ്കിൽ എ എടുത്തിട്ട് എ വരുന്ന ലെറ്റർ മീൻസ് വേർഡ്സ് മാത്രം. ഇപ്പോ എ ഫോർ ആപ്പിൾ, അതുപോലെ ഫസ്റ്റ് ലെറ്റർ എ വരുന്ന വേർഡ്സുകൾ അങ്ങനെ ഒരു ഗെയിം പോലെ ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ നമ്പേഴ്സും വെച്ച് കളിക്കുമായിരുന്നു. അപ്പോ ആള് കുറെ വേർഡ്സ് പഠിക്കുകയും ചെയ്തു, ഭയങ്കരമായിട്ട് ഫെമിലിയർ ആയി വേർഡ്സുമായിട്ട്. പിന്നെ ഇപ്പൊ നന്നായി വായിക്കും ആള്, മലയാളം ആയാലും ഇംഗ്ലീഷ് ആയാലും നന്നായി വായിക്കും. അത് എങ്ങനെയാന്ന് വെച്ചാൽ ആൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി കൂടുതലാണ്. നമ്മളിപ്പോ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ എന്ത് കണ്ടാലും ആള് വായിക്കാൻ ശ്രമിക്കും. ഇനിയിപ്പോ ആൾക്ക് മനസ്സിലാവണേ അതിപ്പോ മലയാളം ആയാലും ഇംഗ്ലീഷ് ആയാലും ബോർഡുകളൊക്കെ കാണുകയാണെങ്കിൽ ഭയങ്കര ഒരു അട്രാക്ഷൻ ആണ് ആൾക്ക്. അപ്പൊ ബോർഡൊക്കെ കാണുമ്പോൾ ഇങ്ങനെ വായിക്കും. പിന്നെ അത് എന്താ ഇനിയിപ്പോ ആൾക്ക് മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കും അതെന്താ വേർഡ് എന്നുള്ളത് നമ്മളോട് ചോദിക്കും. അങ്ങനെ വായിച്ച് ഇപ്പൊ ബസ്സിലൊക്കെ പോവാണെങ്കിൽ നമ്മളിപ്പോ ബസ് സ്റ്റാൻഡിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ വരുന്ന ബസ്സിന്റെ പേരുകള്, അതുപോലെ തന്നെ സ്ഥലങ്ങളുടെ ബോർഡ് അതെല്ലാം വായിക്കുമായിരുന്നു. അപ്പൊ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഭയങ്കര വായിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആൾക്ക് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും നമ്മുടെ അടുത്ത് അതെന്താ ഇതെന്താ. ആൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് തോന്നുന്നു ഭയങ്കരമായിട്ട് ഇംപ്രൂവ്ഡ് ആയി. ലാംഗ്വേജ് ഒക്കെ വായിക്കാനായാലും എഴുതാനായാലും ഒക്കെ ഭയങ്കരമായിട്ട് ഇംപ്രൂവ്ഡ് ആയിട്ടുണ്ട്. നമ്മൾ ഒരു വേർഡ്സ് കുറെ വട്ടം അവരെ കൊണ്ട് റിപ്പീറ്റ് ചെയ്യിപ്പിച്ചാൽ അവർക്ക് കുറെ വായിക്കാനൊക്കെ ഇംപ്രൂവ് ആവില്ലേ. പിന്നെ
പിന്നെ എന്താണ് രമ്യ? എന്തെങ്കിലും വായിച്ചിട്ട് ഇപ്പൊ തെറ്റിയാലും നമ്മൾ അവരെ ഒന്നും കൂടി എൻകറേജ് ചെയ്യിപ്പിച്ചിട്ട് ഇതാണ് പറഞ്ഞ അവരൊന്നും കൂടി പറയാൻ ശ്രമിക്കില്ലേ? ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ഇത്രയും വരെ എടുത്താൽ മതി. നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അപ്പൊ ആരാണ് സൈൻ ഔട്ട് ചെയ്യുന്നത്? ആരാണ്? പറയാം മാം. ആ, Today I got an opportunity to say sign out. First of all, I would like to say thanks, Ashwati ma'am. As we come to the end of today's class session, I would like to thank you for your guidance and support throughout the lesson. And ma'am explained about the child development 3 to 4 years babies development stages and ideas, and also discussed about the 4 to 5 years child development stages. They understand special concepts and words, then understand complicated questions, but they didn't pronounce accurate words, and finally discussed about the 5 years experience. They understand rhymes and describe sentence and make stories, and the start used long sentence and describe that, and start imagination, and last discussed the language development, that is communicate using spoken words. All children grow in every stages. They gradually understand everything and include skill development. Ma'am explained by 4 stages, that is listening, speaking, reading, writing, and introduce new games, that is Chinese whisper and Simon says, and discussed many explains, and my friends shared their experience. Before we go, I would like to remind everyone to review their notes, think about how they can apply what we learned today to our lives. Let's all try to care of ourselves, both physically and mentally. Thank you again, Ashwati ma'am, for a great class session. We are looking forward to the next one. Okay, all friends, let's hope for the best. Signing off by Sajna and Joe. ഓക്കെ, നന്നായിരുന്നു കേട്ടോ സജിന. ഓക്കെ, അപ്പൊ നമുക്ക് Thank you, ma'am. Thank you, നെക്സ്റ്റ് ma'am. ക്ലാസ്സിൽ കാണാം കേട്ടോ. ഞാൻ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ, ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ ക്ലാസ് റൂമിൽ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം.